ഓം ശരവണഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചോതി നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും 2026 സമ്പൂർണ്ണ വർഷഫലവും നമുക്ക് ഈ അധ്യായത്തിൽ കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രത്തിൻ്റെ ഗണം ദൈവഗണമാണ്. ഇത് തുലാം കൂറിലെ നക്ഷത്രമാണ്. ആദ്യം തന്നെ നമുക്ക് സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർ ലാഭനഷ്ടങ്ങളൊക്കെ കണക്കിലെടുത്തായിരിക്കും ഓരോ കാര്യത്തെപ്പറ്റിയും തീരുമാനങ്ങളൊക്കെ എടുക്കുക. വാക്കുപാലിക്കുന്നതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമാണിവർ. കൊടുക്കുവാങ്ങലുകൾക്കൊക്കെ കൃത്യത പാലിക്കുന്നവരുമാണിവർ. അന്യവർ ഇവരെ പുകഴ്ത്തി പറയണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നവരുമാണ്. വിമർശനങ്ങളൊക്കെ നേരിടുവാനുള്ള കഴിവ് ഇവർക്ക് തീരെ കുറവായിട്ട് കാണപ്പെടുന്നു. ആരുടെയെങ്കിലും ആജ്ഞ അനുസരിച്ചോ പ്രവർത്തിക്കുവാൻ ഇവർ തയ്യാറാകുകയില്ല. ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കുവാനും ഇവർ ഇഷ്ടപ്പെടുകയുമില്ല. ബന്ധുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അവരിൽ നിന്നും യാതൊരുവിധ ഗുണവും ഇവർക്ക് ലഭിക്കാറുമില്ല. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാധാന്യം നൽകുന്നവരുമാണിവർ. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരുമാണ്. ആർക്കും അനിഷ്ടം തോന്നാത്ത രീതിയിൽ സംസാരിക്കുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുമുണ്ട്. ഏതു കാര്യത്തിലും വീണ്ടും വിചാരവും ഭയവും ഉള്ളവരുമാണിവർ. കാര്യലാഭങ്ങളൊക്കെ നോക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടുന്നതുമാണ്. അനാവശ്യമായി ഇവരാരെയും അങ്ങനെ അങ്ങ് ബഹുമാനിക്കാറൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ധാരാളം ശത്രുക്കളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. ചോതി നക്ഷത്രക്കാരുടെ ദശാകാലം ശനിയും കേതുവും രവിയും. ഈ ദശകൾ അവർക്ക് അല്പ ദുഃഖകാലം ഉണ്ടാകുന്ന കാലമായിട്ട് കാണപ്പെടുന്നു. ആ ദുഃഖകാലങ്ങൾ അല്ലെങ്കിൽ ആ സമയകാലം ഏതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശനി തുടങ്ങുന്നത് ഏകദേശ കണക്കിൽ 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സമയം. കേതു തുടങ്ങുന്നത് 61 വയസ്സ് മുതൽ 68 വയസ്സ് വരെയും. രവിദശ തുടങ്ങുന്നത് 88 വയസ്സ് മുതൽ 94 വയസ്സ് വരെയുമാണ്. അപ്പോൾ ഈ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകാലമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ദശാകാലങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ആ ദശാനാഥന്മാരുടെ അനുഗ്രഹത്തിനു വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷകാലത്തിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുന്നതുമാണ്. 2026 വർഷഫലം മനസ്സിലാക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് 2026 എന്നുള്ളതാണ് ഗ്രഹങ്ങളുടെ സ്ഥിതികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും അവരുടെ ബലങ്ങളും മനസ്സിലാക്കിയാണ് 2026 ഫലം ഞാൻ ഈ പറയുന്നത് തന്നെ. പ്രധാനമായും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ്. പുതിയ ഗൃഹങ്ങളൊക്കെ പണിയുവാനും വാഹനങ്ങളൊക്കെ വാങ്ങുവാനും അനുകൂലമായ ഒരു സമയമാണ്. വിദേശയാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും ആ ആഗ്രഹം
നടക്കുന്നതുമായി കാണപ്പെടുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതുമാണ്. സാമ്പത്തികപരമായിട്ടുള്ള നല്ല നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷവുമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2026 എല്ലാവിധ നന്മകളും നൽകുന്ന, എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു വർഷമായിട്ടാണ് 2026 പൊതുഫലം കാണപ്പെടുന്നത്. 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഞാനൊന്ന് അറിയിക്കണു. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക വേണം. ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. സഹായം ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതാണോ ദോഷമുണ്ടാകുന്നതാണോ എന്ന് ചിന്തിച്ച് നിങ്ങൾ അവരെ സഹായിക്കുന്നതാണ് 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നീടുള്ളത് ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 2026 ഗ്രഹസ്ഥിതി കണക്കെടുക്കുമ്പോൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2026 എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമാണ് എന്ന് ഞാൻ പറയുകയും ശ്രദ്ധിക്കേണ്ടതായ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയായിട്ട് ശ്രദ്ധിക്കുകയും വേണം. പിന്നീട് മറ്റൊരു കാര്യം, നമ്മുടെ ജാതകം അല്ലെങ്കിൽ ഗ്രഹനില, ഈ പറഞ്ഞിട്ടുള്ള ഫലം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ഓരോരുത്തരുടെയും ജാതകത്തിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനബലം അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഫലങ്ങൾ വന്നു ചേരുക. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഉള്ളൊരു ഫലമല്ല ഞാൻ അറിയിക്കുന്നത്. 2026 ഉണ്ടാവുന്ന ഗുണവും ദോഷവും മനസ്സിലാക്കി നിങ്ങൾ ഈ ചാനലിൽ കൂടെ കേൾക്കുന്നതായ അല്ലെങ്കിൽ നാളിനെക്കുറിച്ച് അറിയുന്നതുമായ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നതിന് വേണ്ടി, ഇപ്പോൾ ചോതി നക്ഷത്രത്തിൻ്റെ ഫലം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ചോതി നക്ഷത്രക്കാർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചാനലിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഈ ഫലത്തിൽ കൂടെ നമ്മൾ അറിയിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫലങ്ങൾ അറിയിക്കുകയല്ല, കൃത്യതയായ ഫലങ്ങളാണ്. കുറച്ച് കാര്യങ്ങളെ ഉള്ളെങ്കിലും അത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കാം, ഇത് നല്ല ഒരു വർഷമാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. പിന്നെ പ്രധാനമായി ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം ദർശിക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. മാസത്തിലൊരിക്കലെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുകയും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കേറെ ഗുണം ചെയ്യുന്നതുമാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്നറിയിച്ചുകൊണ്ട് ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.